ഹബീബിന്റെയും ഖുർആനിന്റെയും വചനങ്ങളിലെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവാത്തത് ഗാഠമായി പഠിച്ചു മനസ്സിലാക്കി തന്ന മുജ്തഹിദീങ്ങളായ ഇമാമുമാരാണ്. ഇമാമുന ശാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് എന്നവർ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീആ. ഞാൻ മാലിക് അല്ല, ഞാൻ മുസ്ലിമാ. സഹോദരങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ പറയുന്നത്. മാലിക് ആണെങ്കിലും മുസ്ലിം തന്നെയാണ്, ഷാഫിഈയും മുസ്ലിം തന്നെയാണ്, ഹംബലിയും മുസ്ലിം തന്നെയാണ്. അത് വിഭാഗീയത ഉണ്ടാക്കുകയല്ലാതെ വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ആശയങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങളെ, അത്രയേ ഉള്ളൂ, പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി, വൈരുദ്ധ്യമെന്ന് തോന്നുന്ന ആശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന ഹദീസുകളെ വ്യാഖ്യാനിച്ചു അവരവരുടെ ഗാഢമായ അറിവിന്റെ വെളിച്ചത്തിൽ. അതാണ് മദ്ഹബ് എന്ന് പറഞ്ഞത്, എന്നല്ലാതെ വേറെ പാർട്ടി ആയതിന്റെ പേരിലല്ല. അവരൊക്കെ